ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ നിങ്ങളുടെ അഭിപ്രായം ആരായാലും ഒന്നും പറ്റിയില്ല. ചെയ്യണമായിരുന്നു. പക്ഷേ ആ അവസ്ഥയിൽ പ്രാണൻ ചിറകു വിരിച്ച് പറന്നുയരാൻ വെക്കുന്ന ഒരു നിസ്സഹായ മനുഷ്യ ജന്മത്തെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നിങ്ങളെ കണ്ടില്ല. എന്തിന്? എന്നെപ്പോലെ ഞാൻ കണ്ടില്ല. ഈ വേദാന്തത്തെ ഭ്രമിച്ചെന്ന കാലമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതൊക്കെ കഴിഞ്ഞു. ഇനി അവരെ കാണാൻ ശ്രമിക്കരുതെന്ന്. എന്തുകൊണ്ട് കണ്ടുകൂടാ? എന്റെ കുഞ്ഞുങ്ങളാണവർ. ഒരു നിമിഷത്തെ ബാലചാപല്യം മാത്രമാണ് നിന്റെ ഭീകര സംഘടനയിൽ അവരെ എത്തിച്ചത്. ഭീകര സംഘടന എന്ന് വിളിക്കരുത് നീ ജോസഫ്. ഇസ്രായേലിനെ റോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ പടവാളും പരിചയമേകുന്ന ധീര യോദ്ധാക്കളെ ഭീകരരെന്ന് ഒരിക്കൽ കൂടി നീ വിളിച്ചാൽ നിന്റെ നാവ് ഞാൻ എഴുതിയെടുക്കും. ദയവായി ഒന്നും ചെയ്ത് യഹോവയുടെ നാടുകളിലാണ് നടക്കേണ്ടത്. നാം അതിനായി കാത്തിരിക്കുകയാണ് വേണ്ടത്. ദാവീദിന്റെ വംശത്തിൽ പിറന്ന ധീരന്മാരുടെ രക്തം സെലഞ്ഞൊഴുകുന്ന നീയാണോ ഈ ഭീകരരുടെ ഭാഷയിൽ സംസാരിക്കുന്നത്? കാലാകാലങ്ങളായി നമുക്ക് വിശുദ്ധമായിരുന്നവയെല്ലാം റോമൻ പട്ടാളത്തിന്റെ കുതിര ചാണകം കൊണ്ട് ആരാധന നടത്തി. കാത്തിരിക്കണോ ഇനിയും വരാത്ത യഹോവയുടെ നാളുകൾക്ക് വേണ്ടി? എന്റെ കൺമുൻപിലിപ്പോ എന്റെ പൊന്നു പേരിലെ വിലക്കൂട്ട ചാവാലി പട്ടികൾ കടിച്ചു കയറിയപ്പോ അവളെ രക്ഷിക്കാൻ പോയ രക്ഷകനെ ഇനിയും കാത്തിരിക്കണോ? ഞാൻ ഭീരുക്കളുടെ പ്രത്യയശാസ്ത്രം ഇനിയും എന്റെ മുമ്പിൽ നിന്നും വിളമ്പാതെ കടന്നു പോയാലും ഒഴിഞ്ഞു മാറരുത്. നിന്റെ സാമീപ്യം എനിക്ക് ഒട്ടേറെ ആശ്വാസവും പ്രതീക്ഷയും പകർന്നു തരുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും കഴിക്കാതെ അവശനായി തളർന്നുവിട എന്നെ സമയത്ത് കണ്ടു നീ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് എനിക്ക് നിശ്ചയമില്ല. എന്റെ ജീവിതം തന്നെ നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നെക്കുറിച്ച് ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞു. എങ്കിലും നിന്നെക്കുറിച്ച് മാത്രം നീ ഒന്നും പറയുന്നില്ല. നിന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? എന്നെ വേണമെങ്കിൽ സഹയാത്രികൻ എന്ന് വിളിച്ചോളൂ. സംബോധന ചെയ്യാൻ ഒരു പേര്, അത് മാത്രമല്ലേ നിന്റെ ആവശ്യം? സഹയാത്രികൻ കൊള്ളാം. മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്കൊപ്പം പകൽ മേഘമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും യാത്ര ചെയ്ത യഹോവയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പലപ്പോഴും ഈ പേരാണ് എന്റെ മനസ്സിൽ വരിക, സഹയാത്രികൻ. ഇഷ്ടപ്പെട്ടു. ജോസഫ്, നീ ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നിരാലംബരായ 2 സ്ത്രീകളുടെ ഉത്തരവാദിത്വം കൂടി നിന്റെ ചുമലിലുണ്ടെന്ന കാര്യം നീ മറക്കരുത്. ജോവാക്യമിന്റെ വിയോഗത്തിൽ തളർന്നിരിക്കുന്ന അവരുടെ മനസ്സിനെ നിന്നെക്കുറിച്ചുള്ള ആകുലത കൂടുതൽ തളർത്തിക്കളയും മുമ്പ് നീ തിരിച്ചു പോകണം. അവരെ കുറിച്ച് ഓർക്കാഞ്ഞിട്ടല്ല. എന്നാൽ ഭീകരരുടെ കൂടെ കൂടി റോമൻ പടയാളികളുടെ വാളിനിരയാകേണ്ട അവസ്ഥ എന്റെ കുഞ്ഞുങ്ങൾക്ക് വരുമോ എന്ന ഭീതി എന്റെ കാലിന് ചങ്ങലയിട്ട് നയിക്കുകയാണ്. നീ വിഷമിക്കേണ്ട ജോസഫ്. യഹോവ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ തിരിച്ചു നിന്റെ അടുക്കൽ വരും. ക്ഷമിക്കുമേലി, എനിക്കറിയാം ഞാൻ നിന്നെ ഒത്തിരി ഉത്കണ്ഠാവിലാക്കിയെന്ന്. പെട്ടെന്ന് അവർ ഇറങ്ങിപ്പോയപ്പോൾ ആകെ പതറിപ്പോയി. അവരെ കണ്ടെത്തി അന്ന് തന്നെ തിരികെ എത്താമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഭ്രാന്തമായ അലച്ചിലിൽ ഞാൻ എല്ലാം മറന്നു. എന്നോട് ക്ഷമിക്കുമേലി. ഇനി നിന്നോടൊപ്പം എന്നും ഞാനുണ്ടാവും. മേരി, എന്തു പറ്റി നിനക്ക്?